ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു കളറും പാറ്റേണും ഒന്നും കിട്ടിയിട്ടില്ല. എന്നാൽ ചെറിയ രീതിയിൽ നമുക്ക് ഇതേപോലെ ചെക്ക് വരുന്ന ഒരു മെറ്റീരിയൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ആദ്യം തന്നെ തുണി ഇതേപോലെ നാലാക്കിയിട്ട് മടക്കിയിട്ട് കൊടുക്കുക. അതിന് ശേഷം അതിന് വീതി എടുത്തിട്ടുള്ളത് 11 ഇഞ്ചും അതേപോലെ തന്നെ ഇറക്കം എടുത്തിട്ടുള്ളത് 14 ഇഞ്ചും ആണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. 6.5 ഇഞ്ച് ഷോൾഡറും അതേപോലെ തന്നെ ആം ഹോളിൻ്റെ അവിടുത്തെ ആ ഒരു ഇറക്കം എന്ന് പറയുന്നത് 7 ഇഞ്ചും ആണ് കേട്ടോ. അപ്പോൾ അത് മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ നമുക്കൊരു ബോക്സ് ആക്കിയിട്ട് ഒന്ന് വരച്ചെടുക്കാം. ഇനി ആ ഒരു കോർണറിൽ നിന്ന് 1 ഇഞ്ച് ഇതേപോലെ ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 7 ഇഞ്ചിൻ്റെ സെൻറ്റർ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു കർവ് നമുക്ക് നന്നായിട്ട് തന്നെ കുഴിച്ച് വരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് എൻ്റെ 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ ചേർത്തിട്ട് 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ഷേപ്പ് ലെങ്ത്തിൻ്റെ അവിടെ വരുന്നത് 8 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ കറക്റ്റായിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം ഈ മാർക്കിങ്ങിലൂടെ നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ യോക്ക് പോർഷൻ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇതേപോലെ തന്നെ തുണി 4ആക്കിയിട്ട് മടക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ലെങ്ത്ത് ഇതിലെടുത്തിട്ടുള്ള 28 ഇഞ്ചാണ്. അതേപോലെ വിട്ട് വരുന്നത് 16 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ തുണിക്ക് ഉള്ളതിനനുസരിച്ചിട്ട് നമുക്ക് ലെങ്ത്തൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മുടെ യോക്ക് പോർഷൻ ഇതിൻ്റെ മേലെ കറക്റ്റ് ആ ഒരു ഫോൾഡർ ഭാഗത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതേപോലെ സൈഡിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി സൈഡിലേക്ക് വരച്ച ആ ഒരു കോർണറിൽ നിന്ന് നമുക്കൊരു 3 ഇഞ്ച് അല്ലെങ്കിൽ 2.5 ഇഞ്ച് മേലേക്കായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അതിന് ശേഷം അടിവശത്ത് ഇതേപോലെ കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ആ ഒരു സെൻറ്ററും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത ഈ ഒരു 2 ഇഞ്ചിൻ്റെ ആ ഒരു സൈഡും കൂടി ഒരു കർവ് പോലെ ഒന്ന് വരച്ചെടുക്കാം. മേലത്തെ ഫോൾഡർ ഭാഗത്തായിട്ട് ഇതേപോലെ നമുക്കൊരു കട്ടും കൂടി ഇട്ടെടുക്കട്ടെ. നമുക്കൊരു കറക്റ്റ് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് സ്ലീവ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ്സിനായിട്ട് ആകെയുള്ളത് ഇത്ര മെറ്റീരിയലുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ടോട്ടൽ കിട്ടുന്നത് 16 ഇഞ്ചാണ്. അത് നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് 2 ആക്കിയിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരെ 8 ഇഞ്ചാണ് കേട്ടോ. വീതി കുറച്ച് കൂടുതലായിട്ട് എടുക്കണം, കാരണം നമുക്ക് ഇതിൽ പ്ലീറ്റ്സ് ഇടാനായിട്ടുണ്ട്. ഇനി ഓപ്പൺ ചെയ്ത് വരുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് 3 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് നോർമലായിട്ട് സ്ലീവ് വരയ്ക്കാറ് അതേപോലെ ഒന്ന് കുഴിച്ച് വരച്ചെടുക്കുക. അടിയിൽ 5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ട് അതും ഇതേപോലെ ഒരു ലൈൻ പോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു വരച്ച ഭാഗത്തു കൂടെ നമുക്ക് നമ്മുടെ ഈ ഒരു സ്ലീവ്സും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ ഒരു സ്ലീവ്സിൻ്റെ സെൻറ്ററിലും കൂടി ഒരു കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ അടിവശം നമ്മൾ മടക്കിയിട്ടുള്ളതുകൊണ്ട് ആ ഒരു സൈഡും കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ബാക്ക് പീസാണ് കേട്ടോ ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത്. നെക്കിൻ്റെ വിട്ട് വരുന്നത് 3.5 ഇഞ്ചും അതേപോലെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 5.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ താഴത്തും ഇതേപോലെ തന്നെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒരു ബോക്സ് വരച്ചെടുക്കുക. എന്നിട്ട് ബാക്കിൽ ഞാൻ ഇതേപോലെ വൈഡായിട്ടുള്ളൊരു യു നെക്കാണ് വരച്ചെടുക്കുന്നത്. ഇത് നമുക്ക് എന്നിട്ട് ഇതേപോലെ ഒരു മാർക്കിങ്ങിലൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാം. അങ്ങനെ ബാക്ക് നെക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രണ്ട് നെക്കിനായിട്ട് ഇതേപോലെ തന്നെ 3.5 ഇഞ്ച് വിട്ടും പിന്നെ ഫ്രണ്ട് നെക്കിലെ ലെങ്ത്ത് വരുന്നത് 4 ഇഞ്ചാണ് കേട്ടോ. അടിവശത്തും ഇതേപോലെ തന്നെ 3.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒരു ബോക്സ് വരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേ രീതിയിൽ ഈ ഒരു നെക്കും നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ കട്ടിംഗ് ഒക്കെ എല്ലാതും ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ബാക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ യോക്കിൻ്റെ നല്ല വശം അതേപോലെ തന്നെ ലൈനിങ്ങിൻ്റെ നല്ല വശം ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ നമ്മുടെ നെക്കൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം എക്സ്ട്രാ വരുന്ന ലൈനിങ്ങിൻ്റെ പീസ് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഇതുപോലെ തന്നെ 1 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കിതുപോലെ നോച്ചസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കത് ഈ ഒരു നമുക്ക് നല്ല വശത്തേക്കായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗം ഇതേ രീതിക്ക് തന്നെ നന്നായിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അകത്തുള്ള ആ ഒരു എക്സ്ട്രാ മെറ്റീരിയൽ നമുക്ക് 1/2 ഇഞ്ചിൽ കറക്റ്റ് ലെവലിലൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം അതും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഈ രീതിയിൽ തന്നെ നമ്മൾ ഫ്രണ്ടിലെ നെക്കും ഇതേപോലെ തന്നെ ലൈനിങ് വെച്ചിട്ട് മറിച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് സ്കേർട്ടിൻ്റെ അടിവശം ആദ്യം തന്നെ നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം.
സ്കേർട്ടിൻ്റെ അടിവശം ഇതേപോലെ 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ ഫുള്ളായിട്ട് അടിവശം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഫ്രണ്ട് പോർഷനും അതേപോലെ തന്നെ ബാക്ക് പോർഷനും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ രണ്ട് സൈഡും നമ്മൾ ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രോക്കിൻ്റെ യോക്ക് പോർഷനും അതേപോലെ തന്നെ സ്കേർട്ട് പോർഷനും നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ രണ്ടിൻ്റെ നല്ല വശം ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഈ ഒരു രീതിക്ക് നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ഫ്രണ്ടും ബാക്കും രണ്ടും നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. രണ്ട് പോർഷനും ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല വശത്തേക്ക് ആക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് ആ ഒരു ജോയിൻ വരുന്ന ഭാഗത്ത് നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി നമ്മുടെ ഈ ഒരു ഫ്രോക്ക് നല്ല ഫിനിഷ് ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ബാക്ക് പോർഷനും ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ രണ്ടും കൂടി നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ രണ്ട് സൈഡിലും ഇതേപോലെ പതിച്ചും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഫ്രണ്ടിൻ്റെ നല്ല വശം ബാക്ക് പീസിൻ്റെ നല്ല വശം ഇതുപോലെ വെക്കുക. അതിനുശേഷം 1/2 ഇഞ്ചിൽ നമുക്ക് ഈ ഒരു ഷോൾഡർ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ്സ് ആണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സ്ലീവ്സ് നമുക്ക് ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ സ്ലീവ്സിൻ്റെ അടിവശം 1/2 ഇഞ്ചിൽ ഇതേപോലെ നമുക്കൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മേലെ ഫ്രിൽസാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ നമുക്ക് കുറച്ച് വീതിയുള്ള പ്ലീറ്റ്സ് ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു പിക്ചറിൽ കണ്ടത് ഏകദേശം ഒരു 5 പ്ലീറ്റ്സ് ആണ് ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ ഞാനും ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെൻറ്ററിൽ ഒരെണ്ണം, പിന്നെ രണ്ട് സൈഡിലായിട്ടുള്ള രണ്ടെണ്ണം വെച്ചിട്ട് അങ്ങനെ 5 പ്ലീറ്റ്സ് ആണ് കേട്ടോ ഈ ഒരു സ്ലീവ്സിന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ രീതിക്ക് തന്നെ നമുക്ക് രണ്ട് സ്ലീവ്സും ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്ലീവ്സ് ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ ആ ഒരു പോർഷനും സ്ലീവ്സിൻ്റെ നല്ല പോർഷനും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 1/2 ഇഞ്ചിൽ നമുക്ക് സ്ലീവ്സും ഈ ഒരു രീതിക്ക് തന്നെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ഫ്രോക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു നോട്ട് കെട്ടാനായിട്ട് ഇതേപോലത്തെ 2 വള്ളികളുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വീതിയുള്ളതാണ്. അപ്പോൾ എനിക്ക് തുണി അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് വീതി കുറഞ്ഞിട്ടുള്ള വള്ളികളാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതിനായിട്ട് ഇതേപോലെ നമുക്ക് ആ ഒരു വള്ളി നമ്മുടെ ആ ഒരു യോക്കും സ്കേർട്ടും ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗത്തായിട്ട് കറക്റ്റ് ലെവലാക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് അകത്തേക്ക് ആക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മുടെ ഷേപ്പ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള റിസൾട്ട്. അപ്പോൾ അത് ആ ഒരു പിക്ചറിലുള്ളതുപോലെ ഫ്രണ്ടിൽ ഞാനിതുപോലെ 4 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടൈ ആണ് കേട്ടോ ഞാൻ ലാസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കുറച്ച് വീതി കുറവാണ്. അപ്പോൾ അതിൽ കുറച്ച് വീതി ഉള്ളതായിട്ടാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. എന്നാലും നമുക്ക് ഏകദേശം ആ ഒരു ഫ്രോക്ക് പോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്ലീവ്സ് പഫ് സ്ലീവ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ലീവ്സിന് അധികം ലെങ്ത് ഇല്ല. അങ്ങനെ നമ്മുടെ പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഫ്രോക്ക് നമ്മൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനലായിട്ടുള്ള റിസൾട്ട്. അപ്പോൾ ലെങ്ത്ത് ഇതേപോലെ തന്നെ നമുക്ക് മാക്സിമം കിട്ടുന്നതനുസരിച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യണേ.